ഹലോ, നമുക്ക് നല്ലൊരു അണ്ടർ ഐ ജെല്ല് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡാർക്ക് സർക്കിൾ, അതുപോലെ തന്നെ റിങ്കിൾസ്, ഐ ബാഗ്സ് ഇങ്ങനെയുള്ള ഇതിനൊക്കെ കൂടി ഉള്ള ഒരു കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐ ജെല്ലാണിത്. അപ്പോൾ കോഫി ബീൻ ഉണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലെന്ന് പറയുന്നത് ഹൈൽഡ്രോണിക് ആസിഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈൽഡ്രോണിക് ആസിഡിനെ പറ്റി ഞാനൊരു വീഡിയോ ഉണ്ട്. അത് ഭയങ്കര നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ അത് പല ടൈപ്പ് ഉണ്ട്. നമ്മൾക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈൽഡ്രോണിക് ആസിഡ് അത് ഏത് രീതിയിലുള്ളതാണ് അവർ അതിൽ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. എനിഹൗ ഞാനിതിൽ വെരി ലോ മോളിക്യൂൾ വെയിറ്റുള്ള, അതായത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഹൈൽഡ്രോണിക് ആസിഡിൻ്റെ പൗഡറാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ഉണ്ട്, കോഫി ബീൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ കോഫി ബീൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചൂടാക്കാനായിട്ട് പാടില്ല ഇത് എക്സ്ട്രാക്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒറിജിനൽ കോഫി ബീൻ റോസ്റ്റ് ചെയ്യാത്തത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒറിജിനൽ ആയിട്ടുള്ളത് എനിക്കിവിടെ റോസ്റ്റ് ചെയ്തേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ 5 ഗ്രാം ക്രഷ്ഡ് കോഫി ബീൻ എടുത്തിട്ട് അതിലേക്ക് 95 ഗ്രാം വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക. ഫിൽറ്റർ ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ പിന്നെയും തരികളുണ്ടെങ്കിൽ, കാരണം കണ്ണിൻ്റെ അടിയാണ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. തരി പോലും പാർട്ടിക്കിൾസ് അതിലില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സോള ഗം എന്ന് പറയുന്ന ഗമ്മാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ പല ടൈപ്പ് ഗമ്മുകൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കണം, എന്നാലേ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഹൈൽഡ്രോണിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്, ഗം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈൽഡ്രോണിക് ആസിഡും ഗമ്മും ഇതുപോലെ ഗ്ലിസറിനിൽ അല്ലെങ്കിൽ പ്രൊപ്പഡോണിൽ മാത്രമേ അത് ഇതാവുള്ളൂ, മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗമ്മ് നിങ്ങൾ ഗ്ലിസറേറ്റിൽ മിക്സ് ചെയ്യുക. അതായത് കുക്കുംബർ ഗ്ലിസറേറ്റും അതുപോലെ തന്നെ ബീട്രൂട്ട് ഗ്ലിസറേറ്റും ഇത് രണ്ടിലും ചേർത്തിട്ട് ഗമ്മ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ പ്രൊപ്പനിഡോൾ 1,3, ഇത് പ്രൊപ്പനിഡോൾ 1,3 ആണ് എൻ്റെ. അതിലേക്ക് നമ്മൾ ഹൈൽഡ്രോണിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇടാം. ഇത് അലോവേറ ജെല്ലാണ്. പിന്നെ ഞാൻ കൊളൈഡ് ഓട്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുണ്ട്. കൊളൈഡ് ഓട്സ് എന്ന് ഇത് ഭയങ്കര ഫൈൻ ഓട്സിൻ്റെ ഫൈൻ പൗഡറാണ്. സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ ബേബി ക്രീം ലോഷൻസിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ചെറിയൊരു പെർസെൻറ്റേജ് വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിസർവേറ്റീവിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് എപ്പോഴും നല്ലതാണ് നമ്മൾ ജെല്ലിൽ, പക്ഷേ വളരെ ചെറിയ പെർസെൻറ്റേജ്, കാരണം നമ്മളിതിൽ ഓയിൽ ബേസ്ഡ് സാധനങ്ങളൊന്നും ആഡ് ചെയ്യാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട്. ഇതാണ് ഹൈൽഡ്രോണിക് ആസിഡ്. സൂപ്പർ ലോ മോളിക്യൂൾ വെയിറ്റ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ പ്രൊപ്പനിഡോൾ 1,3 ഞാൻ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ലാസ്റ്റ് പ്രിസർവേറ്റീവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒപ്റ്റിപ്പൻ പ്ലസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് 0.50 ആഡ് ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾ വേറെ ഫിനോക്സിയത്തിനോളൊക്കെ ആണെങ്കിൽ 1% ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ജെല്ല് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് നമ്മൾ pH ടെസ്റ്റ് ചെയ്യണം. എനിക്ക് pH ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ pH ഓൾമോസ്റ്റ് 6 അടുത്ത് വന്നായിരുന്നു. അത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് കൂട്ടിയതെന്ന് നമുക്കറിയണമെങ്കിൽ സെപ്പറേറ്റ് കോഫി ബീൻ ആയിരിക്കാം, ഹൈൽഡ്രോണിക് ആസിഡ് ആയിരിക്കാം. പക്ഷേ ഹൈൽഡ്രോണിക് ആസിഡ് വർക്ക് ചെയ്യുന്ന ഒരു pH എന്ന് പറയുന്നത് 5 to 6 വരെയുള്ളതിൽ ഹൈൽഡ്രോണിക് ആസിഡ് വർക്ക് ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല, കീപ്പ് ചെയ്താലും. എന്നാലും ഞാൻ വിചാരിച്ചു 5.6 കൊണ്ടുവരാമെന്ന്. അങ്ങനെ കണ്ടോ, ഒരു 6 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് നമ്മുടെ സിട്രിക് ആസിഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് pH കുറച്ച് കൊണ്ടുവന്നു. ആദ്യത്തെ പ്രാവശ്യം pH ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ ചെറിയ കുറച്ച് പെർസെൻറ്റേജ് ആഡ് ചെയ്ത് തുടങ്ങി 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. കാരണം ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ റേഞ്ചിലേക്കുള്ള pHലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നു. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് ചെറിയൊരു ഇത് മതി, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ ക്രോഫീറ്റ് എന്ന് പറയും, ചുളിവുകൾ വരും. അതും മുകളിലേക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.